DSRA കണ്ടു, നല്ല കിടിലം പടം. പടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിനെയും ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെയാണ്. ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിനെയും എന്തുകൊണ്ടാണ് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിക്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ പടത്തിന്റെ ഭൂരിഭാഗം സീൻസും തുടങ്ങുന്നത് സൈലൻസിൽ നിന്നാണ്. അതായത് കൂടുതൽ സൈലൻസ് ആണ് പടത്തിലുള്ളത്. സൈലൻസിൽ നിന്ന് തുടങ്ങി BGM പതിയെ കത്തിക്കേറി ഒരു എലിവേഷൻ സീൻ വരുമ്പോൾ പ്രേക്ഷകനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കും. ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കാൻ ക്രിസ്റ്റോ സേവിയറിന്റെ BGM നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ക്രിസ്റ്റോ സേവിയറിന്റെ BGM മാത്രമല്ല, സൗണ്ട് മിക്സിങ്ങും സൗണ്ട് എഫക്റ്റുകളും വളരെ മികച്ചത് തന്നെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല, എന്ത് പറയാൻ സ്പോയിലർ ആവും. പക്ഷെ ആ ക്ലൈമാക്സ് പോർഷനിലെ ഒരു ആർട്ട് വർക്ക് ഉണ്ട്, അതൊക്കെ വളരെ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട് പടത്തിൽ. അത്രയ്ക്കൊരു ഡിസ്റ്റർബിങ് ആയിരുന്നു ആ ക്ലൈമാക്സ് സീൻസിലെ മിക്ക കാര്യങ്ങളും. പിന്നെ രാഹുൽ സദാശിവന്റെ മേക്കിംഗ്, അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, പുള്ളി ഓൾറെഡി പ്രൂവൻ ചെയ്തു. ഭൂതകാലത്തിൽ എവിടെ നിർത്തിയോ അതേപോലെ തന്നെയാണ് ഈ പടത്തിലും ചെയ്തിട്ടുള്ളത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് പുള്ളി പടം എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് പ്രേക്ഷകനെ ഒന്നും കാണിക്കാണ്ട് പിടിപ്പിക്കുക, ആ ഒരു രീതി തന്നെയാണ് പുള്ളി ഇതിലും പിന്തുടർന്നിട്ടുള്ളത്. ഈ പടത്തിൽ എടുത്തു പറയേണ്ടത്, പടത്തിന് എന്താണോ വേണ്ടത് അത് മാത്രമേ പടത്തിലുള്ളൂ. കൂടുതലായി ഓവറായി നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുറെ സൗണ്ട് സീനുകളോ അല്ലെങ്കിൽ കുറെ പേടിപ്പിക്കുന്ന സീനുകളോ ഒന്നും പടത്തിലില്ല. കഥയ്ക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ ഈ പടത്തിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആക്ടേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രണവാണെങ്കിലും ജിബിൻ ഗോപിനാഥ് ആണെങ്കിലും നമ്മുടെ ACT കുഞ്ഞമ്മേൽ അരുൺ ആണെങ്കിലും വളരെ മികച്ചതായി ചെയ്തു. ഇവർ മൂന്നുപേരല്ലാണ്ട് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വേറെയുണ്ട്. പക്ഷെ അവരെ കുറിച്ച് പറഞ്ഞാൽ തിയേറ്ററിൽ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഒരു കിക്ക് കിട്ടും, ആ കിക്ക് കിട്ടത്തില്ല അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് മാക്സിമം സ്പോയിലേഴ്സ് ഒഴിവാക്കിയിട്ട് തിയേറ്ററിൽ തന്നെ വേഗം തന്നെ കാണാൻ ശ്രമിക്കുക. അത്രയ്ക്കൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ പടം എനിക്ക് തന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ടെംപ്ലേറ്റ് പടം തന്നെയാണ്, ഒരു ഹൊറർ മൂവിയിലെ ടെംപ്ലേറ്റ് പടം. പക്ഷേ രാഹുൽ സദാശിവന്റെ മേക്കിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു തിയേറ്ററിക് അനുഭവം ഉണ്ട്, അത് വളരെ മികച്ചത് തന്നെയായിരുന്നു. ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഒരു ക്ലീശ ആയിരിക്കാം, പക്ഷെ പുള്ളി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പടത്തിലൊരു കാര്യം. ആ ഫ്ലാഷ് ബാക്കിന് മുന്നേ അത് വളരെ ഗംഭീരമായി തന്നെ വന്നു. അതിനുള്ള തെളിവാണ് ക്ലൈമാക്സ് കാണുമ്പോഴുള്ള പ്രേക്ഷകന്റെ റിയാക്ഷൻ. നിങ്ങൾ ഈ പടം കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ ഉടനെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ കൊല്ലം ഇറങ്ങിയ വളരെ മികച്ചൊരു മലയാള സിനിമ തന്നെയായിരുന്നു DSRA. നമുക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ പാൻ ഇന്ത്യയല്ല, ഒരു പാൻ വേൾഡിൽ തന്നെ കാണിക്കാൻ പറ്റുന്ന ഒരു മികച്ച സിനിമ.